അങ്ങനെ ടോൾ പ്ലാസയിലേക്ക് ആംബുലൻസ് ഡ്രൈവർമാർ നടത്തിയ സമരം വിജയം കണ്ടിരിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അവർ പറഞ്ഞ രീതിയിലേക്ക് സജ്ജീകരിച്ച് നൽകാമെന്ന് ടോൾ പ്ലാസ അധികാരികൾ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ചർച്ച വിജയം കണ്ടിരിക്കും. ആ ചർച്ചയുടെ വിജയത്തിൻ്റെ ഭാഗം തന്നെയാണ് അവരിപ്പോൾ നമുക്ക് തന്ന ഉറപ്പ്. അതായത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉറപ്പ് തന്നിട്ടുള്ളത് ഇവിടെ എത്ര ടോളുണ്ടോ ആ ടോളിലെല്ലാം ആംബുലൻസുകൾക്ക് പാസ് ചെയ്യാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. അതായത് എത്ര വാഹനങ്ങളുണ്ടെങ്കിലും അതിൻ്റെ മുന്നിൽ എത്ര വാഹനങ്ങളുണ്ടെങ്കിലും ഒരു ടോൾ തുറന്നു കൊടുത്തിട്ട് അത് ഫ്രീ ആക്കിയിട്ട് ആംബുലൻസിന് പോകാനുള്ള സൗകര്യം ഏർപ്പാടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേമാതിരത്തെ കുടുക്കുകളിലും മറ്റുള്ളതിലും പോകാൻ നിൽക്കേണ്ട. സ്പീഡ് ട്രാക്ക് ആണെങ്കിൽ ആ ട്രാക്ക് ഏതാണോ ഇതിൽ 6 ട്രാക്കിൽ ഏത് ട്രാക്കും ആംബുലൻസുകൾ ഉപയോഗിക്കാനാണ് ഇപ്പോൾ. കാരണം നിലവിൽ അവർക്ക് പരിമിതി ഉണ്ട്. കാരണം ഇവിടെ സ്ഥലത്തിൻ്റെ പരിമിതി ഉണ്ട്. അപ്പോൾ സ്ഥലം എടുത്ത് അതിനൊരു ആംബുലൻസുകൾക്ക് മാത്രം ആ ഒരു സർവീസ് നടത്താനുള്ള, അതായത് എമർജൻസി വാഹനങ്ങൾക്ക് അതിനുള്ള സൗകര്യം അതോറിറ്റി അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രാബല്യത്തിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറച്ചും കൂടി വർക്കുകൾ അതിൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വർക്ക് കഴിയുന്നത് വരെ ഈ പ്ലാസയിൽ, അതായത് ഈ ടോൾ പ്ലാസയിൽ ആംബുലൻസുകൾക്ക് തികച്ചും ഏത് ട്രാക്കും ഉപയോഗിക്കാമെന്നുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. ഈ സ്പൈനൽ ഇഞ്ചുറി, ഹെഡ് ഇഞ്ചുറി ഒക്കെ ആയിട്ട് വരുന്ന രോഗികളുമായിട്ട് ഈ റൂട്ടിലൂടെ പോകാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ഇല്ലേ? അല്ല, 100%. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രതിഷേധം. കാരണം ഇതിലൂടെ കൊണ്ടുപോയതാണ് ഫസ്റ്റ് കേസ് കൊണ്ടുപോയത് ഇതിലൂടെയാണ്. ഈ ഫസ്റ്റ് കേസ് ഏറ്റവും കൂടുതൽ സ്പൈൻ ഇഞ്ചുറി ഉള്ള കേസാണ്. ആദ്യം കൊണ്ടുപോയത് സ്പൈൻ ഇന്നലെ ബസ് അപകടത്തിൽ പരിക്കേറ്റത് ആദ്യം കൊണ്ടുപോയത് സ്പൈൻ ഇഞ്ചുറിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ശ്വാസം പോലും ഇല്ലാതെ, അതായത് അയാളെ ജീവൻ പോലും വലിയ അപകടത്തിലായാൽ ആ സ്പൈൻ ഇഞ്ചുറി ഉള്ള ആ കേസാണ് ആദ്യമായിട്ട് കൊണ്ടുപോയത്. അതായത് ഏറ്റവും എമർജൻസി ഉള്ള, അതായത് ഒരു 10 ആളിൽ ഏറ്റവും എമർജൻസി ഏതാണെന്ന് നോക്കിയിട്ട് അതാണ് ആദ്യം ആംബുലൻസിനെ ഡിപ്പെൻഡ് ചെയ്യൽ. ആ കേസാണ് ആദ്യം വന്നിട്ടുള്ളത്. അതിനെയാണ് അവർ ഇതിലൂടെ കടത്തിവിട്ടിട്ടുള്ളത്. സൂചന കൊടുത്തിരുന്നു ഇതിനടുത്ത ആംബുലൻസുകൾ വരുന്നുണ്ട് എമർജൻസി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവർ വേണ്ട പോലെ പരിഗണിച്ചില്ല. തീർച്ചയായും ഞങ്ങൾ സൂചന കൊടുത്തിരുന്നു അടുത്ത എമർജൻസി ആംബുലൻസ് വരുന്നുണ്ട്. ചർച്ച വിജയം തന്നെയാണ്, 100% വിജയമാണ്. എന്തായാലും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് സജ്ജീകരിച്ച് നൽകണം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെക്കുന്ന കാര്യം. ഷഫീഖ് അർലായിക്കൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.